22 വർഷത്തെ പ്രവാസി ജീവിതത്തിനു ശേഷം തിരികെ നാട്ടിലെത്തിയ പത്തനംതിട്ട തുമ്പമൺ മുട്ടം ഹെവൻ വാലിയിൽ വർഗീസ് തോമസിന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, സ്വന്തമായൊരു വരുമാന മാർഗം. ഈ ലക്ഷ്യത്തിന്റെ പരിസമാപ്തിയായിരുന്നു 2000-ൽ പ്രവർത്തനം ആരംഭിച്ച കറി പൗഡർ യൂണിറ്റ്. എന്നാൽ ഇതിലൂടെ തൃപ്തിപ്പെടാൻ വർഗീസ് തോമസിന് സാധ്യമായിരുന്നില്ല. ചെയ്യുന്നത് എന്തു തന്നെയായാലും അത് ജനോപകാരപ്രദമായിരിക്കണമെന്ന് നിർബന്ധമായിരുന്നു ഇദ്ദേഹത്തിന്. ഈ നിശ്ചയദാർഢ്യം ഹെവൻ വാലി ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിലേക്കും എൽസ എന്ന കറി പൗഡർ ബ്രാൻഡിലേക്കും വഴി തുറന്നു. അങ്ങനെ ഭാര്യ ഏലിയമ്മ വർഗീസ് എന്ന എൽസയുടെ പേരിൽ വ്യവസായ യൂണിറ്റ് തുടക്കം കുറിക്കുകയും ചെയ്തു. ഞാൻ 22 വർഷം ഉണ്ടായിരുന്നു വിദേശത്ത്. അവിടെ ഒരു 13 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് ആവശ്യത്തിന് പൈസയായി. അപ്പോൾ പിള്ളേരുടെ പഠിത്തം എഡ്യൂക്കേഷനെല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു. ഇവിടെ വന്നവരെ മോളെ കല്യാണം കഴിച്ചു വിട്ടു. അവളിപ്പോൾ അമേരിക്കയിലാണ്. മോൻ പഠിത്തം കഴിഞ്ഞ് അവൻ കല്യാണം കഴിച്ച് ഇപ്പം ദുബൈയിലാണ്. അത് കഴിഞ്ഞ് ഞാൻ ഈ കരിപ്പൊടി 2002 വൈഫിന് എൽസ എന്ന് പറയുന്നതിൻ്റെ വൈഫായിരുന്നു അസുഖമായി ക്യാൻസർ ചികിത്സ എറണാകുളത്തൊരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. 2005 പുള്ളിക്കാരി മരിച്ചു. അതിനുശേഷം ഈ ഫുഡിൽ നിന്നാണ് ക്യാൻസർ ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ജൈവ രീതിയിലോട്ട് മാറ്റി. അപ്പം ജൈവ രീതിയിലോട്ട് മാറ്റിയപ്പോൾ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് കിട്ടാൻ വലിയ വിഷമം വന്നപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള ഫാമിലും കുറേ കൃഷിക്കാരിൽ നിന്ന്, എൻ്റെ റിലേറ്റീവായ കൃഷിക്കാരിൽ നിന്ന് ഞാൻ ഈ ജൈവ രീതിയിലുള്ള റോ മെറ്റീരിയൽസ് എനിക്ക് വിശ്വാസമുള്ളത് വാങ്ങിച്ച് എല്ലാം കൂടെ ഓർഗാനിക് പ്രിപ്പറേഷനിലുണ്ടാക്കി ടെസ്റ്റ് ചെയ്തതിന് ശേഷം, ലാബിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് 100% പ്യുവറാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഓൺലൈനിൽ കയറി. കാര്യം ഇത് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓൺലൈനിൽ കയറി ഇപ്പം ലോകം മുഴുവൻ ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല റെസ്പോൺസാണ് ഇപ്പോഴും. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പം ജൈവ രീതിയിലുള്ളത് മതി, പക്ഷെ നമുക്ക് കൊടുക്കാൻ തികയുന്നില്ല. രണ്ടു മുറി മാത്രമുള്ള കറി പൗഡർ യൂണിറ്റിൽ വിഷം കലരാത്ത വ്യത്യസ്തങ്ങളായ രുചിക്കൂട്ടിൽ കറി പൗഡറുകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. മുളകുപൊടി, കാശ്മീരി മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീൻകറി മസാല, സാമ്പാർ പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇറച്ചി മസാല, അച്ചാർ പൊടി, രസപ്പൊടി, അങ്ങനെ നീളുകയാണ് ഈ കൊച്ചു യൂണിറ്റിലെ നിർമ്മിതികൾ. നമ്മുടെ കാശ്മീരി ചില്ലി, റെഡ് ചില്ലി, കോറിയൻഡർ പൗഡർ, ടർമറിക്ക്, ചിക്കൻ മസാല, മീറ്റ് മസാല, ഫിഷ് മസാല, സാമ്പാർ, രസം, പിക്കിള്, ബിരിയാണി മസാല, ഗരം മസാല, പെപ്പറ്, പിന്നെ ജീരകപ്പൊടി, ഉലുവാപ്പൊടി, ചുക്കുപൊടി, ഇങ്ങനെ ഒരു 10-20 ഐറ്റം നമ്മളിപ്പം സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് ഐറ്റം പറഞ്ഞാലും അത് ജൈവ രീതിയിലുള്ള ഉണ്ടാക്കി ഞങ്ങൾ കൊടുക്കും. സെക്കൻഡ് ഡേ കേരളത്തിലും 3-4 ഡേയ്സ് സെൻട്രൽ ഓഫ് ഇന്ത്യയിലും 1 വീക്ക് നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നു. വേൾഡ് വൈഡ് സപ്ലൈ ചെയ്യുന്നത് 2 വീക്സ് എടുക്കും. സ്വന്തമായി കൃഷി ചെയ്തു തന്നെയും കർഷകരിൽ നിന്നും ശേഖരിക്കുന്നതുമായ കൂട്ടുകളാണ് കറി പൗഡർ നിർമ്മാണത്തിന് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന മസാലകൾ വിറ്റഴിക്കാനുള്ള ഇടം കണ്ടെത്തുകയായിരുന്നു അക്കാലത്ത് വർഗീസ് തോമസ് നേരിട്ട പ്രധാന വെല്ലുവിളി. പ്രാദേശിക തലത്തിലുള്ള കടകൾ വഴിയുള്ള വിപണനം പച്ചപിടിക്കില്ലെന്ന പരമാർത്ഥം തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം മനസ്സിലാക്കി. എല്ലാവർക്കും പ്രശസ്തമായ ബ്രാൻഡുകൾ മതിയെന്ന അവസ്ഥയായിരുന്നു ഇതിനു പിന്നിൽ. വിശ്വാസ്യത ഇല്ല എന്ന കാരണം പറഞ്ഞ് നിരവധി പേർ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മടിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും വർഗീസ് തോമസിനെ തളർത്തുകയല്ല ചെയ്തത്, മറിച്ച് വാശിക്കാരനാക്കുകയായിരുന്നു. വർഷങ്ങളോളം ഏറ്റവും അടുത്ത പരിചയക്കാർ മാത്രമായിരുന്നു എൽസ കറി പൗഡറുകളുടെ ഉപഭോക്താക്കൾ. ആവശ്യക്കാർ വിളിച്ച് ആവശ്യപ്പെടുമ്പോൾ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുകയായിരുന്നു പതിവ്.
ഇതിനിടെയാണ് ഓൺലൈൻ വ്യാപാരം എന്ന ആശയം വർഗീസ് തോമസിൽ ജനിക്കുന്നത്. പിന്നീട് ഇതിനായുള്ള ശ്രമവും ആരംഭിച്ചു. അങ്ങനെ കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ സഹായത്തോടെ 2015 www.elsacurrypowder.com എന്ന വെബ്സൈറ്റിന് രൂപവും കൊടുത്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരിൽ എത്തിക്കുവാൻ വിദേശത്തുള്ള തോമസ് വർഗീസിന്റെ മകൾ അനിസിയ ഫേസ്ബുക്ക് പേജും ഓപ്പൺ ചെയ്തു. ഇതോടെ എൽസ കറി പൗഡറുകളുടെ സുവർണ കാലഘട്ടത്തിന് തുടക്കമാവുകയും ചെയ്തു. ആവശ്യക്കാരുടെ നെറ്റിൽ കൂടി ആണ് ഇതിൻ്റെ പരസ്യം. നെറ്റ് ത്രൂ ആണ്, ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്യും. പേയ്മെൻറ്റ് അടച്ചു കഴിയുമ്പോൾ അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മുടെ പ്രൈസ് കൊടുക്കുമ്പോൾ അവർ പേയ്മെൻറ്റ് അടച്ചു കഴിയുമ്പോൾ സെക്കൻഡ് ഡേ ഇവിടുന്ന് കയറ്റി വിടും. നമ്മുടെ സൈറ്റ് എൻ്റെ 2-3 സൈറ്റുണ്ട് ഇപ്പോൾ. ഒന്ന് www.elsacurrypowder.com എൻ്റെ സൈറ്റ്. അത് കഴിഞ്ഞ് ജോസ്കോ പാർട്ടിയുടെ itsoffer.com ജോസ്കോ തുടങ്ങിയിട്ടുണ്ട്. ആ സൈറ്റിലും ഫുള്ള് കിട്ടും. പിന്നെ ആസ്ക് മീ എന്ന് പറഞ്ഞ ഒരു സൈറ്റിലും ഇത് കിട്ടുന്നുണ്ട്. 2 വീക്സ് കൊണ്ട് വേൾഡ് വൈഡ് കൊടുക്കും. അത് കേരള MRP പ്ലസ് സ്പീഡ് പോസ്റ്റ് ചാർജാണ്. ഇന്ത്യക്കകത്ത് ഇൻക്ലൂഡിങ് MRP ആണ് കൊറിയർ സർവീസ്. എല്ലാ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധമായ ആനുകൂല്യങ്ങളും പ്രൊമോഷൻ വർക്കും പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഉണ്ട്. എല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ അയക്കത്തുള്ളൂ. തന്റെ ഈ സംരംഭത്തിന് പരസ്യചിത്രം കൂടി നിർമ്മിച്ചതോടെ എല്ലാവരെയും പോലെ എൽസയും ബ്രാൻഡായി മാറുകയും ചെയ്തു. ഇനി വെജിറ്റബിൾസ് മാത്രം ഓർഗാനിക് ആയാൽ പോരാ, കറി പൗഡറും ഓർഗാനിക് ആവണം. എൽസ കറി പൗഡർ അവൈലബിൾ ഓൺലി ഇൻ അവർ ഓൺലൈൻ സ്റ്റോർസ്. ഒപ്പം ആദ്യത്തെ ഓൺലൈൻ കറി പൗഡർ സേവനമായി എൽസ മാറി. എൽസയും ബ്രാൻഡഡ് ഉൽപ്പന്നമായതോടെ ആവശ്യക്കാരും ഏറി. വാങ്ങലും വിൽക്കലുമെല്ലാം ഇന്റർനെറ്റിനെ ആശ്രയിച്ച് നടത്തുന്നവർക്ക് നിത്യോപയോഗത്തിനുള്ള രുചിക്കൂട്ടുകൾ ഓൺലൈനിൽ അവതരിച്ചത് ഏറെ പ്രയോജനവും ചെയ്തു. ഇത് ഉൽപ്പന്നങ്ങളുടെ വിപണനത്തെ ഏറെ സഹായിക്കുകയും ചെയ്തു. വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്ന ഓർഡറുകൾക്കനുസരിച്ച് കറി പൗഡർ നിർമ്മാണം ആരംഭിച്ചതോടെ കമ്പനി ലാഭത്തിലേക്കും നീങ്ങി. ഇപ്പോൾ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും എൽസ കറി പൗഡറുകൾ കയറ്റി അയക്കുന്നുണ്ട്. സ്പീഡ് പോസ്റ്റ് വഴിയാണ് ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്കും സ്വദേശത്തേക്കും അയക്കുന്നത്. സംസ്ഥാനത്തിനുള്ളിൽ ഓർഡർ ചെയ്ത് 2-ാം ദിവസവും ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ്, ഡൽഹി തുടങ്ങിയവിടങ്ങളിൽ ഒരാഴ്ചയ്ക്കകവും രാജ്യത്തിന് പുറത്ത് 2 ആഴ്ചയ്ക്കുള്ളിലും ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരിക്കും. വർഷത്തിൽ 25 ലക്ഷത്തോളം രൂപയുടെ വിൽപ്പന നടക്കുന്ന കമ്പനിയിൽ നഷ്ടത്തിന്റെ നിഴൽ പോലുമില്ല. ഫാക്ടറിയിൽ പാക്കിങ്ങിനും മറ്റ് സഹായത്തിനുമായി ഒരു തൊഴിലാളി മാത്രമാണ് ഉള്ളത്. ബാക്കിയെല്ലാം വർഗീസ് തന്നെ. ഇതിനിടയിൽ ഇദ്ദേഹത്തെ തളർത്തിയത് തന്റെ സഹധർമ്മിണിയുടെ ആകസ്മികമായ വേർപാടായിരുന്നു. 2005 വർഗീസ് തോമസിനെ തളർത്തിയ ആ സംഭവം ഉണ്ടായത്. ക്യാൻസർ ബാധിച്ച ഭാര്യയുടെ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവിട്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ കുടുംബം നീങ്ങുകയും ചെയ്തു. എന്നാൽ വർഗീസ് തോമസിന്റെ നിശ്ചയദാർഢ്യം മാത്രമാണ് ഉയർത്തെഴുന്നേൽക്കാൻ കാരണം. തന്റെ പ്രിയതമയുടെ മരണത്തിന് കാരണമായ ക്യാൻസർ എന്ന രോഗത്തിനെതിരെ പോരാട്ടം എന്ന നിലയിലേക്ക് വ്യവസായത്തെ മാറ്റാൻ ഇദ്ദേഹം തീരുമാനമെടുക്കുകയും ചെയ്തു. പഴവും പച്ചക്കറികളും മാത്രമല്ല, കറിപ്പൗഡറുകളും വിഷമുക്തമാക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. മാത്രമല്ല, വ്യവസായത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ ഏറിയ പങ്കും ക്യാൻസർ രോഗികൾക്കായി ഉപയോഗിക്കുവാനും തീരുമാനിച്ചു. അവർക്ക് കൊടുക്കാവുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നല്ല സാധനം മാർക്കറ്റിൽ കൊടുക്കുക, ജനത്തിന് ഉപകാരപ്രദമായത്, മായം ചേർക്കാതെ കൊടുക്കുക എന്നുള്ള എൻ്റെ അഡ്വൈസ്. അതിനാണ് നമ്മൾ തുടങ്ങിയേക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജനത്തിന് രോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ എല്ലാം മായം ചേർന്നത് കൊടുത്തു കഴിഞ്ഞാൽ ജനത്തിന് രോഗം വന്നു കഴിഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. നല്ല സാധനം ജൈവ രീതിയിൽ അല്ലെങ്കിൽ മായം ചേർക്കാതെ കൊടുക്കുന്നതിന് എന്താ പൈസ കിട്ടുന്നുണ്ടല്ലോ. ഒരുപാട് ലാഭം മേടിക്കേണ്ട കാര്യമില്ല. ഇതിന് വലിയ ലാഭമില്ല. ഈ ലാഭത്തിൽ നിന്ന് ലാഭത്തിൻ്റെ ഒരു 10% ഞാൻ ക്യാൻസർ രോഗികൾക്ക് സംഘടനയിലേക്ക് കൊടുക്കുകയാണ്. അതാണ് നമ്മുടെ എന്തോന്ന്. ലാഭം മാത്രം പോരാ, നല്ല സാധനം കൊടുക്കണം. 2008 ഒറ്റപ്പെട്ട വർഗീസ് തോമസിന്റെ ജീവിതത്തിന് കൂട്ടായി ആലപ്പുഴ മറിയൽ കുടുംബത്തിലെ അംഗമായ സിസിലി മരിയ എത്തി. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ചെറിയ
അല്ല, വലിയ വ്യവസായത്തിന് പൂർണ്ണ പിന്തുണയുമായി സിസിലിയും ഏത് സമയവും കൂടെയുണ്ട്. എൻ്റെ പൂർണ്ണ സപ്പോർട്ട് ഇതിനുണ്ട്. ഞാൻ പിന്നെ കൂടിയായത് മിക്സ് ചെയ്യാനും എല്ലാം കൂടുകയൊക്കെ ചെയ്യും. 5 മണി മുതൽ തുടങ്ങും. അപ്പം 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം കൂട്ടെല്ലാം ശരിയാക്കി വെക്കും. അപ്പം 8, 9, 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും മറ്റേ ആ കുട്ടി വരും, ആ സ്റ്റാഫ് വരുമ്പോഴത്തേനും പിന്നെ അവൾ എല്ലാം ചെയ്തോളൂ. തികഞ്ഞ ഒരു പ്രകൃതി സ്നേഹി കൂടിയാണ് വർഗീസ്. ജീവിതത്തിന്റെ നല്ലൊരു പങ്കും കൃഷിക്കും സസ്യപരിപാലനത്തിനുമായി മാറ്റിവെച്ചിരിക്കുകയാണ് ഈ വ്യവസായി. വ്യവസായം എന്നത് പ്രകൃതിയെ നശിപ്പിച്ച് മാത്രം നടത്തിക്കൊണ്ടു പോകാവുന്നതാണെന്ന തെറ്റിദ്ധാരണയ്ക്കുള്ള മറുപടിയാണ് ഇദ്ദേഹത്തിന്റെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന ഹെവൻ വാലി. പേരിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ഇദ്ദേഹം ഇവിടം പരിപാലിച്ചിരിക്കുന്നത്. കറിവേപ്പ് മുതൽ വൻ വൃക്ഷങ്ങൾ വരെ ഹെവൻ വാലിയിൽ കാണാൻ കഴിയും. എത്ര ചൂടത്തും മനസ്സിനെ കുളിരണിയിക്കുന്ന അന്തരീക്ഷമാണ് ഇവിടം. പുരയിടത്തിന്റെ ഒരു കോണ് പോലും ഒഴിവാക്കിയിട്ടില്ല. എല്ലാ സ്ഥലത്തും ഏതെങ്കിലും കൃഷികൾ കാണാം. വീടിന്റെ മട്ടുപ്പാവിൽ പോലും വാഴ, ചേമ്പ്, ചേന, ചീര, കപ്പ, കാച്ചിൽ, പച്ചക്കറിയുടെ വൻ ശേഖരം, കൂടാതെ വ്യത്യസ്തങ്ങളായ ഔഷധ ചെടികൾ എന്നിവ ഹെവൻ വാലിയിൽ കാണാൻ കഴിയും. 63-ാം വയസ്സിലും 16-കാരന്റെ ചുറുചുറുക്കോടെയാണ് വർഗീസ് തോമസ് തന്റെ കൃഷിയെ പരിപാലിക്കുന്നത്. പിന്നെ കൃഷി എന്ന് പറഞ്ഞാൽ ഏത് കൃഷിയും ഏത് ഫ്രൂട്ടും ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാ സീസണിൽ ഉണ്ടായിക്കോ. ഇപ്പം റംബൂട്ടാനുണ്ട്, മുന്തിരി കായ്ച്ച് കിടപ്പുണ്ട്, പിന്നെ വാഴക്കൊല ഇഷ്ടം പോലെ ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് വാഴക്കൊലയാണ്, എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്താ വേണ്ടത്, ഓർഗാനിക്കായിട്ട് ഒരുപാട് ഐറ്റം ഉണ്ട്. കുരുമുളക് വരെയുണ്ട് ഇതിൻ്റെ അകത്ത്. അമ്പഴമുണ്ട്, പിന്നെ അടയ്ക്ക ഉണ്ട്, ജാതിയുണ്ട്, നാരങ്ങ ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. പിന്നെ ആവശ്യമനുസരിച്ച് ആരെങ്കിലും വന്നു കഴിയാതെ നമ്മൾ വിലയൊന്നും വാങ്ങിക്കത്തില്ല. ആൾക്കാർക്ക് ഉള്ളത് എൻ്റെ വീതം കൊടുക്കും. എൻ്റെ പിതാവ് കൃഷിക്കാരനാണ്. ഇപ്പം 95 വയസ്സുണ്ട്, നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു. ഇപ്പോഴും ബസ്സിൽ കയറി യാത്ര ചെയ്യും. പുള്ളി പണ്ടേ കൃഷിക്കാരനായതുകൊണ്ട് അതിൽ നിന്ന് പഠിച്ചതാണ് ഞാൻ. എല്ലാ കൃഷിയും അറിയാം. നെൽകൃഷി ഉണ്ടായിരുന്നു, ഇപ്പം നെൽകൃഷി ചെയ്യുന്നില്ല. ബാക്കിയുള്ള കൃഷിയുണ്ട്. റബ്ബറാണ് കൂടുതൽ. ബാക്കി ഇത് പ്രകൃതിയെ നശിപ്പിക്കാതെ പരിപാലിച്ച് മലയാളിയുടെ ഭക്ഷണശീലങ്ങളിൽ രുചിയുടെയും മണത്തിന്റെയും ജൈവ മാതൃകയാകുകയാണ് തന്റെ ഒറ്റയാൾ വ്യവസായ സംരംഭമായ എൽസ കറി പൗഡർ നിർമ്മാണത്തിലൂടെ വർഗീസ് തോമസ്. പുതുതലമുറയ്ക്ക് മാതൃകയാക്കാവുന്ന, അല്ല മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് വർഗീസ്.